നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രത്യാശയുടെയും സഹനത്തിൻ്റെയും സന്ദേശവുമായി ഇന്ന് ഈസ്റ്റർ. പൊന്നാനി ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ പടിഞ്ഞാറങ്ങാടിയിൽ റോഡ് ഷോ നടത്തി. വൈരങ്കോട് ഭഗവതി ക്ഷേത്രം പൊന്നാനി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനി സന്ദർശിച്ചു. തിരൂർ നഗരസഭയിലെ UDF പ്രതിനിധികൾ തിരൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടി. അഴക് വിരിച്ച് തിരുനാവായ ക്ഷേത്രമുറ്റത്ത് ദേവപരിവേഷമുള്ള കടമ്പ് പൂത്തു. വിശദമായ വാർത്തകൾ. പ്രത്യാശയുടെയും സഹനത്തിൻ്റെയും സന്ദേശം പകർന്ന് ക്രൈസ്തവ വിശ്വാസ സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ലോകത്തിനു വേണ്ടി യേശുക്രിസ്തു കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആഘോഷമായാണ് ക്രൈസ്തവർ ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ആരാധനാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷം ആരംഭിച്ചു. 50 നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് ഈസ്റ്റർ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി വിശ്വാസി സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. മനുഷ്യരക്ഷയ്ക്കായി കുരിശുമരണം വരിച്ച യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന വിശ്വാസ സത്യത്തിന്റെ പ്രഘോഷണമാണ് ഉയിർപ്പ് തിരുനാൾ. ദിവസം നീണ്ടുനിന്ന ഉപവാസം, പുണ്യകർമ്മങ്ങൾ, പാപസങ്കീർത്തനം എന്നിവ അനുഷ്ഠിച്ചാണ് വിശ്വാസികൾ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരൂർ സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന ഉയിർപ്പ് തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് പള്ളി വികാരി റവറൽ ഫാദർ ജോസഫ് മണ്ണഞ്ചേരി, റവറൽ ഫാദർ വിപിൻ മഞ്ചപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. പൊന്നാനി ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ പടിഞ്ഞാറങ്ങാടിയിൽ റോഡ് ഷോ നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ പടിഞ്ഞാറങ്ങാടിയിൽ നടത്തിയ റോഡ് ഷോയിൽ BJP മേഖലാ വൈസ് പ്രസിഡന്റ് MP മുരളീധരൻ, കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ ഇറവക്കാട്, K നാരായണൻകുട്ടി, KC കുഞ്ഞൻ, വിഷ്ണു മലമൽക്കാവ്, KP ചന്ദ്രൻ, TV സുരേന്ദ്രൻ, നിതീഷ് കുറുപ്പത്ത്, പ്രീത ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടൻ ന്യൂസ്, പൊന്നാനി. വൈരങ്കോട് ഭഗവതി ക്ഷേത്രം പൊന്നാനി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനി സന്ദർശിച്ചു. മേൽശാന്തി കാർത്തിക് നമ്പൂതിരി, മാനേജർ മുരളി വള്ളത്തോൾ, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ, നാട്ടുകാർ എന്നിവരുമായി സംവദിച്ചു. വൈരങ്കോട് ഭഗവതി ക്ഷേത്രം UDF സ്ഥാനാർത്ഥി സമദാനി സന്ദർശിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA, വെട്ടം ആലിക്കോയ, ഫൈസൽ എടശ്ശേരി, VP കുഞ്ഞാലി, ലത്തീഫ് പള്ളത്ത്, KT മുസ്തഫ, ജനാർദ്ദനൻ മമ്മിളിയത്ത്, EK ബക്കർ, TV റംഷീദ് ടീച്ചർ, ഉണ്ണി വൈരങ്കോട്, ബക്കർ അമരിയിൽ, സിദ്ദീഖ് കല്ലുങ്ങൽ, ജലീൽ തൊട്ടിവളപ്പിൽ, ഉസ്മാൻ അമരിയിൽ, P മൊയ്തീൻ ഹാജി, KP സലാം ഹാജി, ഇബ്രാഹിം പള്ളത്ത്, EK ഗഫൂർ, A ജലീൽ, MP ഹക്കീം, വേണു മാട്ടുമൽ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരുനാവായ.
നഗരസഭകളുടെ തനത് ഫണ്ടുകൾ പിടിച്ചുവാങ്ങുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് നഗരസഭയിലെ UDF പ്രതിനിധികൾ തിരൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നഗരസഭകളുടെ തനത് ഫണ്ടുകൾ ട്രഷറിയിലേക്ക് മാറ്റണമെന്ന ഉത്തരവിനെതിരെയാണ് തിരൂർ നഗരസഭാ കൗൺസിലർമാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ പിടിപ്പുകേടിന് നഗരസഭകളെ ബലിയാടാക്കുന്നു. സർക്കാർ നയങ്ങൾ തിരുത്തുക. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മെച്ചപ്പെടുത്തുക. തദ്ദേശ സ്ഥാപനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധി മെച്ചപ്പെടുത്തുക. നൽകാനുള്ള ഫണ്ടുകൾ യഥാസമയം നൽകുക. എല്ലാവർക്കും നമസ്കാരം. തിരൂർ നഗരസഭയെ സംബന്ധിച്ച് മാത്രമുള്ള ഒരു പ്രശ്നമല്ല, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റണമെന്ന സർക്കാരിൻ്റെ ഉത്തരവിനെതിരെ എല്ലാ UDF കൗൺസിലർമാരും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇന്ന് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തനത് ഫണ്ടാണ് സർക്കാർ തരാത്ത മറ്റ് ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ നടപ്പിലാക്കി വരുന്നത് ഈ തനത് ഫണ്ട് ഉപയോഗിച്ചാണ്. അടിയന്തര ആവശ്യങ്ങളും അതുപോലെ ആവശ്യമെങ്കിൽ മറ്റ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അതുപോലുള്ള പദ്ധതികൾക്കൊക്കെ ഞങ്ങളുടെ തനത് ഫണ്ട് കൊടുക്കുകയും പിന്നീട് അത് ഗ്രാൻറ്റുകൾ വരുന്നതിനനുസരിച്ച് അത് റീകൂപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അതിൻ്റെ പൂർണ്ണ അധികാരത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്ന തനത് ഫണ്ടുകളെ ട്രഷറിയിലേക്ക് മാറ്റുക എന്ന ആ ഒരു സർക്കാരിൻ്റെ തെറ്റായ നടപടിക്കെതിരെയാണ് ഇന്ന് LGMന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ഇത് ജനപ്രതിനിധികളുടെ മാത്രം വിഷയമല്ല, സാധാരണക്കാരായ മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. സർക്കാർ തലത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വിലക്കയറ്റവും അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഒരുപാട് പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്താണ് ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ഒരു നടപടി കൂടി ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും മുഴുവൻ നഗരസഭകളിലും മുഴുവൻ പഞ്ചായത്തുകളും ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നഗരസഭകളുടെ തനത് ഫണ്ടുകൾ പിടിച്ചുവാങ്ങുന്ന നയമാണ് സർക്കാരിന്റേതെന്നും വികസന ഫണ്ടുകൾ തന്നെ വെട്ടിക്കുറച്ച് നഗരസഭകളെ പ്രതിസന്ധിയിലാക്കുന്നതിനിടയിലാണ് ഈ പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുള്ളതെന്നും സമരക്കാർ ആരോപിച്ചു. ധർണയിൽ കൗൺസിലർമാരായ K അബൂബക്കർ, അബ്ദുറഹിമാൻ എന്ന ബാവ, C സുബൈദ, ഹാരിസ് അന്നാര എന്നിവർ സംസാരിച്ചു. മറ്റു കൗൺസിലർമാരും ധർണയിൽ പങ്കെടുത്തു. വെട്ടൻ ന്യൂസ്, തിരൂർ. മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടി. ഇപോസ് സംവിധാനത്തിലെ സെർവർ തകരാറിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം റേഷൻ വിതരണം നടന്നത് 1 മണിക്കൂർ മാത്രമാണെന്നാണ് പറയുന്നത്. ഇപോസ് സംവിധാനത്തിലെ സെർവർ തകരാറിനെ തുടർന്നാണ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടിയത്. ഞായറാഴ്ചയും ഏപ്രിൽ 1 തിങ്കളാഴ്ചയും റേഷൻ കടകൾ പ്രവർത്തിക്കില്ല. ഈ അവധി ദിവസങ്ങളും പരിഗണിച്ചാണ് റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടിയത്. വെട്ടൻ ന്യൂസ്, തിരൂർ. അഴക് വിരിച്ച് ക്ഷേത്രമുറ്റത്ത് ദേവപരിവേഷമുള്ള കടമ്പ് പൂത്തു. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലാണ് കടമ്പിൻ പുഷ്പങ്ങൾ വിരിഞ്ഞത്. പുരാണ പ്രസിദ്ധമായ ഔഷധ വൃക്ഷമാണ് കടമ്പ്. റൂബിയേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണിത്. ജലാശയങ്ങളുടെ തീരത്തും നിത്യഹരിത വനങ്ങളിലുമാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത്. ആറ്റിൻവക്കത്ത് വളരുന്നതിനാൽ ആറ്റുതേക്ക് എന്നും ഈ മരത്തിന് പേരുണ്ട്. ഇതിന്റെ തൊലിയും പൂവും കായുമെല്ലാം ഔഷധയോഗ്യമാണ്. നനവിനനുസരിച്ച് ഭാഗികമായി ഇല പൊഴിയുന്ന വൃക്ഷമാണിത്. ഈ മരത്തിൽ പൂവിടുന്നത് അപൂർവമാണ്. ടെന്നീസ് ബോൾ പോലെയാണ് പൂവിന്റെ ആകൃതി. ഭംഗിക്കൊപ്പം വശ്യമായ സുഗന്ധവും പൂക്കൾക്കുണ്ട്. അങ്ങാടിപ്പുറത്തുള്ള അധ്യാപക ദമ്പതികളായ VP ബാലകൃഷ്ണനും ഗിരിജ ബാലകൃഷ്ണനും ചേർന്ന് 2018 സെപ്റ്റംബറിലാണ് ഈ വൃക്ഷം ഇവിടെ നട്ടത്. പരിസ്ഥിതി പ്രവർത്തകർക്ക് ഗിരിജ ബാലകൃഷ്ണൻ 2020 കർപ്പൂരത്തിന്റെ ഒരു മരവും ഇവർ തിരുനാവായ ക്ഷേത്രത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 1000 വർഷം ആയുസ്സുള്ള മരമാണ് കർപ്പൂരമെന്ന് ഇവർ പറയുന്നു. വെട്ടൻ ന്യൂസ്, തിരുനാവായ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.